എന്താണ് ശബരിമല പെരുങ്കുളയുടെ പ്രശ്നം എന്ന് പറയുന്നത്? 2019 UDF അനുകൂലമായി ഹിന്ദുക്കൾ അത്രയും വോട്ട് ചെയ്തത് ഒരു ആചാര ലംഘനത്തിൻ്റെ മാത്രം പ്രശ്നത്തിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം, മഹാക്ഷേത്രം ആണ് ശബരിമല. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അത്ര ഭീതിതമല്ല കാര്യങ്ങൾ. അല്ലല്ല, ഞാനതിലേക്ക് വരാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശബരിമലയിൽ നിന്ന് വലിയ തോതിൽ സ്വർണം പോയി. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ, സ്വർണം പോയി. ആ സ്വർണം പോയ വിഷയത്തിൽ ഉത്തരവാദികൾ ആരാ ശരിക്കും യഥാർത്ഥത്തിൽ? ആ സ്വർണം പോകാൻ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള തീരുമാനം 15/7/2019 A. പത്മകുമാർ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബോർഡ് എടുത്തതാണ്. എന്താണ്? സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവ്. ആ സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവാണ് യഥാർത്ഥത്തിൽ ശബരിമല കൊള്ളയ്ക്കിടെ ഉത്ഭവം, അതിൻ്റെ ജെനിസിസ് അതാണ്. അവിടെ നിന്നാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരിക, പിന്നെ അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോകുക, ഹൈദരാബാദിൽ കൊണ്ടുപോകുക, മറ്റേ ക്രിയേഷൻസ്, മറ്റേ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന്. അപ്പോൾ ഇതിൻ്റെ തുടക്കം അയാളാണ്. അയാൾക്കെതിരെ ഇന്നും ഈ നിമിഷം വരെ ഒരു നടപടിയെടുക്കാൻ CPM കഴിഞ്ഞിട്ടില്ല. അയാൾ 3 മാസം ജയിലിൽ കിടന്നിട്ടു. അയാൾ തിരിച്ചു വന്നിട്ട് ഇപ്പോഴും പറയുന്നത് എന്താണ്? അയാൾ പാർട്ടിയുടെ പേരിൽ ഒരിടത്തും പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ മഹാക്ഷേത്രത്തിൽ നിന്ന് അവർ കാണിക്കായി കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ട്, ആ കട്ടുകൊണ്ട് പോയ സംബന്ധിച്ച് ഒരു പ്രതികൾ പിടിച്ചില്ലെന്ന് മാത്രമല്ല, ആ കട്ടുകൊണ്ട് പോയവരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാവരും CPM-കാരാണ്. അവർക്കൊരു നടപടി ഉണ്ടായിട്ടില്ല. അത് ഹിന്ദു ജനവിഭാഗത്തിനെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നത് BJP ആണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.